വെണ്ണല ഹൈസ്കൂളാണിത്. ഇവിടെ 7 കെട്ടിടങ്ങളുണ്ട്. അതിൽ ഒരു കെട്ടിടം അപകടാവസ്ഥയിലാണ്, അൺഫിറ്റ് ആണെന്ന് അധികൃതർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ കെട്ടിടം പൊളിച്ചു നീക്കണം എന്നതാണ്. ഇവിടെ നിലവിൽ അധ്യയനമില്ല, ഇവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നില്ല. എങ്കിൽ പോലും നിരവധി കുട്ടികൾ, 1000-ലധികം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. ആരെങ്കിലും ഇങ്ങോട്ട് കയറിയാൽ ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിൽ ഒരു ആശങ്ക ഏവർക്കുമുണ്ട്. നിലവിൽ ഇതേപോലെ കെട്ടിവെച്ചിട്ടുണ്ട്, അകത്തേക്ക് പ്രവേശനമില്ല എന്ന തരത്തിൽ, കുട്ടികളാരും കയറരുത് എന്ന തരത്തിൽ. പക്ഷേ അതൊക്കെ എത്രത്തോളം പ്രായോഗികമാണ് എന്ന കാര്യത്തിലാണ് ആശങ്ക. ഈ കെട്ടിടത്തിന്റെ കാര്യത്തിലാണെങ്കിൽ അത്യന്തം ശോചനീയാവസ്ഥമായിട്ടുള്ള കെട്ടിടമാണ്. കാരണം കമ്പി അടക്കം പുറത്ത് കാണാവുന്ന അവസ്ഥയിലാണ്. ഏത് അവസ്ഥയിലും ഒന്ന് ഇടിഞ്ഞു വീഴാവുന്ന സ്ഥിതിയാണ് ഉള്ളത്. വിള്ളലുകളടക്കം ഇതിൽ കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ പാമ്പിന്റെ അടക്കം ശല്യമുണ്ട് എന്നതാണ് ഇവിടെ പലരും പറയുന്നത്. ഇത് കണ്ടില്ലേ, ഇത് തന്നെ പൊട്ടിപ്പൊളിഞ്ഞ് ആകെ ഇതായിരിക്കുകയാണ്. ഒരു ദുരന്തം സംഭവിച്ചതിന് ശേഷം നമ്മൾ ഉണർന്നു പ്രവർത്തിച്ച കാര്യമില്ല. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഈ സ്കൂളിൽ നിലവിലുള്ള ഈ കെട്ടിടം പൊളിച്ചു മാറ്റി. ആ പൊളിച്ചു മാറ്റിയോടൊപ്പം തന്നെ ഈ സ്കൂളിൽ ഇത്രയും കുട്ടികൾക്ക് പഠിക്കുന്നതിനുള്ള സൗകര്യം ഈ ഇവിടെയുള്ള ബിൽഡിങ്ങുകൾക്കില്ല. ഇവിടെ ഒരു പുതിയ ബിൽഡിംഗ് MLA ഫണ്ടിൽ നിന്നും ഗവൺമെന്റ് ഫണ്ടിൽ നിന്നും MLA അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ അതിന് ഏറ്റവും പ്രധാനമായ തടസ്സം നിൽക്കുന്ന ഈ ബിൽഡിംഗ് പൊളിച്ചു മാറ്റുക എന്നുള്ളത്. നമ്മൾ സ്കൂൾ അധികൃതരുമായും സംസാരിച്ചിരുന്നു. അവർ ആരും ഇക്കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഇതൊക്കെ ഇപ്പോൾ നിലവിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. അതൊക്കെ ശരിയാണ്. പക്ഷേ അപ്പോൾ പോലും ഈ കെട്ടിടം അപകടാവസ്ഥയിലാണ്. തൊട്ടടുത്ത് മറ്റു ബ്ലോക്കുകളിൽ കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇതേ രീതിയിലാണ് ഈ കെട്ടിടമൊക്കെ തന്നെ കിടക്കുന്നത്. നിലവിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഇവിടെ അധ്യയനമില്ല. എന്നാൽ പോലും ആശങ്ക ഏറ്റുന്ന ഒരു സ്ഥിതിവിശേഷം ഇവിടെ ഉണ്ട് എന്നതാണ് ഏവരും പറയുന്നത്. അത് സ്കൂൾ അധികൃതരും ഒക്കെ തന്നെ നമ്മളോട് പങ്കുവച്ചിരുന്നു. ക്യാമറമാൻ ബിനു പാവമ്പയ്ക്കൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.